ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ഞാനൊരു പരിപ്പ് വട റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അതിനായിട്ട് ഒരു കപ്പ് വടപ്പരിപ്പ് നമ്മൾ കഴുകി വൃത്തിയാക്കി കുതിർത്താനിട്ടിരിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ളത് സവാള, പച്ചമുളക്, ഇഞ്ചി, ക്രഷ്ഡ് ചില്ലി, കായപ്പൊടി. അപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതി ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് നല്ല രീതിയിൽ ചെറുതാക്കി അരിഞ്ഞതാണ്. പിന്നെ 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എന്നിവയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ പരിപ്പ് നമ്മൾ ഒരു പിടി പരിപ്പ് മാറ്റി വെച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപ്പാണ് നമ്മളൊന്ന് അരച്ചെടുക്കുന്നത്. എന്നിട്ട് 2 പരിപ്പും കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചത്, പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, ക്രഷ്ഡ് ചില്ലി, കായപ്പൊടി എന്നിവ നമുക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലല്പം സാമ്പാർ പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി ടേസ്റ്റിൽ നമുക്ക് ഒരു പരിപാടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിൽ സാമ്പാർ പൊടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാനത് ഇടാതിരുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കത് പരിപ്പ് വടയുടെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഞാനിങ്ങനെയാണ് കേട്ടോ പരിപ്പ് വട ഷേപ്പിലാക്കിയെടുത്തത്. ചെറിയൊരു ഉരുള എടുത്തതിന് ശേഷം ഇത് കയ്യിൽ വെച്ച് ഇങ്ങനെ അമർത്തി പരിപ്പ് വടയുടെ രൂപത്തിലാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നമുക്കതെല്ലാം കൂടെ പരിപ്പ് വടയുടെ ഷേപ്പിലാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം. ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് എണ്ണ ചൂടാക്കിയതിന് ശേഷം പരിപ്പ് വടയ്ക്കുള്ള ഇതിട്ട് കൊടുത്തതിന് ശേഷം ഞാനത് സിമ്മിലിട്ടിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വേവണമല്ലോ. നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നമുക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്യാമായിരുന്നു. എൻ്റെ കയ്യിലും കറിവേപ്പിലയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ പരിപ്പ് വട ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്കൊരു ചായക്കടി ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.